ഹായ് ഫ്രണ്ട്സ്, ആദ്യമേ തന്നെ വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ നേരുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരും ജീവിതത്തിൽ തനിച്ചായി പോയവരും ഇത്രയും വർഷം ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന എല്ലാവർക്കും മനഃശക്തി കൊടുക്കട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു വയനാട് ദുരന്തത്തിൽ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, സിനിമാ നടന്മാരായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ പല പല മേഖലകളിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന രണ്ടാൾക്കാരാണ് ലാലേട്ടനും മമ്മൂക്കയും. എടുത്തു പറയേണ്ടതാണ്. മമ്മൂക്ക 20 ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ 15 ലക്ഷം രൂപയുമാണ് കൊടുത്തത്. ഇത് കൊടുത്തതിന് ശേഷം മമ്മൂക്ക പറഞ്ഞത് നഷ്ടപ്പെട്ട ആൾക്കാരുടെ വേർപാടിനൊപ്പം ഇതൊന്നും ആവില്ല, എന്നാലും ഇത് ഈ ഒരു ചെറിയ തുക ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റായി മാത്രമാണ് കരുതേണ്ടത്. ഇനിയും അവിടേക്കുള്ള സഹായങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഇൻസ്റ്റാൾമെന്റ് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ലാലേട്ടൻ 25 ലക്ഷം രൂപ അതിലേക്ക് സംഭാവന ചെയ്തു. അത് മാത്രമല്ല, അദ്ദേഹം അടങ്ങുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിൽ നിന്ന് ഒരു 3 കോടി രൂപയും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, വെള്ളാർമല സ്കൂളിന്റെ പുനർനിർമ്മാണത്തിനും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്ന രണ്ടുപേരും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. ഇതില് മമ്മൂക്ക കൊടുത്തത് കുറഞ്ഞു പോയി, ഇത്രയൊക്കെ കൊടുക്കാനുള്ള കോടീശ്വരനായ ആൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ലാലേട്ടനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് മമ്മൂക്കി ഒരുപാട് ആൾക്കാർ വിമർശിക്കുക മാത്രമല്ല വളരെ മോശം കമന്റുകൾ ഇടുന്നുണ്ട്. അവരോട് ഞാൻ പറയാം, നിങ്ങൾ ശരിക്കും വാർത്തകൾ കാണാത്തത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആണ്, ഇനിയും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാലേട്ടനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയോ? അദ്ദേഹം അവിടെ വന്നത് യൂണിഫോമിലാണ്. അത് ഫാൻസി ഡ്രസ്സ് കളിക്കുന്നത് പോലെ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ വരുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിക്കുന്നവരോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ അദ്ദേഹം വന്നത് സിനിമാ നടൻ മോഹൻലാലായിട്ടല്ല, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം അവിടെ വന്നത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു ആർമിയുടെ വിഭാഗമുണ്ട്, അതിന്റെ ലഫ്റ്റനന്റ് കേണലാണ് മോഹൻലാലായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹം യൂണിഫോമിലല്ലാതെ മുണ്ടും ഷർട്ടിട്ട് വരാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തെ ഫാൻസ് ഡ്രസ് ഇട്ട് വന്നു, അതുപോലെ അവിടെ അത്രമാത്രം തിരക്കുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അത് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്. ഒരു ദുരന്ത മുഖത്ത് അത് സിനിമാ നടനായിട്ട് അദ്ദേഹം അവിടെ ഉദ്ഘാടനത്തിന് വന്നതൊന്നുമല്ല. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കുക. ആ ഒരു യൂണിഫോമിൽ അദ്ദേഹം ആ ഒരു ദുരന്തമുഖം സന്ദർശിക്കാൻ വരികയും അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് എല്ലാവരും വന്ന് പോകും സാറേ, എല്ലാവരും വന്നിട്ട് ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും വന്ന് പറയുന്നത് പോലെയല്ല, എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നേരിട്ടെത്തിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരുടെയൊക്കെ ആ ഒരു നല്ല മനസ്സോർക്കുക. അതുപോലെ മമ്മൂക്ക് കുറഞ്ഞത് കൊടുത്തുപോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്തിനു കുറ്റം പറയുന്നു? അദ്ദേഹം ഇതുകൊണ്ട് നിർത്തുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ശരിക്കും മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും ആണെങ്കിൽ, യഥാർത്ഥ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ അവരെ വിഷമിപ്പിക്കില്ല. കാരണം ഒന്ന് മനസ്സിലാക്കുക, ഈ മമ്മൂക്കയും ലാലേട്ടനും സുഹൃത്തുക്കളാണ്. നിങ്ങൾ ഈ മമ്മൂക്ക ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടനും ചീത്ത പറയുന്ന ആൾക്കാര് പറയുമ്പോൾ ആ മമ്മൂക്കയ്ക്കായിരിക്കും വിഷമം വരിക. എന്റെ പേരും പറഞ്ഞിട്ടാണല്ലോ ലാലിന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അദ്ദേഹം ചിന്തിക്കും. അതുപോലെ ലാലേട്ടന്റെ ഫാൻസ് ആണെന്ന് പറയുന്നവർ യഥാർത്ഥ ഫാൻസ് ആണോ എനിക്ക് അറിയില്ല, അങ്ങനെ പറഞ്ഞിട്ട് മമ്മൂക്കയെ ചീത്ത പറയുമ്പോൾ ലാലേട്ടൻ ചിന്തിക്കും എന്റെ പേരും പറഞ്ഞിട്ടാണല്ലോ മമ്മൂക്കയെ ചീത്ത പറയുന്നതെന്ന്. നിങ്ങൾ എന്തിനാണ് അവർക്കൊരു മനസ്സിൽ വിഷമം ഉണ്ടാക്കുക? നിങ്ങൾക്ക് ശരിക്കും അവരെ ഇഷ്ടമാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ട്രോളുകളൊക്കെ ട്രോളുന്നത്? ട്രോളാം, അതൊന്നും പ്രശ്നമില്ല, പക്ഷെ നമ്മൾ സാഹചര്യം കൂടി മനസ്സിലാക്കണം. മാത്രമല്ല, ഈ ഒരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു ഉരുൾപൊട്ടലാണ്. ഒരുപാട് സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രയും മരണസംഖ്യ കൂട്ടിയ ഒരു ദുരന്തം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസെന്നോ മമ്മൂക്ക ഫാൻസെന്നോ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. അവര് തമ്മിലൊരു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അവരുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ശത്രുക്കളല്ല, അതാദ്യം മനസ്സിലാക്കുക. ഈ മമ്മൂക്കയും ലാലേട്ടനും ശത്രുക്കളല്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന ആൾക്കാർ, നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. അവിടെ ഈ മമ്മൂക്കയും ലാലേട്ടനും മാത്രമല്ല സഹായം ചെയ്തു ഒരുപാട് നടന്മാർ, ഇതിലും കൂടുതൽ പൈസ കൊടുത്ത ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് രൂപ കൊടുത്ത സിനിമാ നടന്മാർ എത്ര പേരുണ്ട്? അവരുടെ ഒന്നും പേരിലൊരു പ്രശ്നമില്ല, ഇവർക്ക് മാത്രമാണ് ഇപ്പൊ പ്രശ്നം. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രമല്ല, ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ രാഷ്ട്രീയമോ ജാതിയോ മതമോ പറഞ്ഞ് തല്ലുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യ സ്നേഹികളല്ല എന്ന് വേണം പറയാനായിട്ട്. വെള്ളർമല സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ മാഷ്, ആ സ്കൂളും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾക്കൊന്ന് കേൾക്കാം. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടം
ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്താർക്കാ കിട്ടുക? പടിപടിയായി ഉദിച്ചുയർന്നീ അക്ഷര നക്ഷത്രം ഹരിത മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ. ആകാശത്തിന് ശ്രുതി നീട്ടും ഈ പുഴയിലെ ഓളങ്ങൾ വയനാടൻ മക്കൾ വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു എത്ര മനോഹരമായ സ്ഥലമാണ്. ഉണ്ണികൃഷ്ണ മാഷിന്റെ വാക്കുകൾ വളരെയേറെ വിഷമം തരുന്ന വാക്കുകളാണ്. അദ്ദേഹം അവിടെ 18 വർഷമായി പഠിപ്പിക്കുകയാണ്. സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് അദ്ദേഹം. ഉണ്ണികൃഷ്ണ മാഷ് ദുരന്തം നടക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ ബന്ധു മരിച്ചതുകൊണ്ട് അമ്പലപ്പുഴയാണ് അദ്ദേഹത്തിന്റെ വീട്, അങ്ങോട്ട് പോയതാണ്. അപ്പോഴാണ് അന്ന് രാത്രിയാണ് ഈ ഒരു സംഭവം, ഈ ഇത്രയും വലിയൊരു ദുരന്തം അവിടെ നടക്കുന്നത്. ഈ ദുരന്തം അറിഞ്ഞ സമയം ഉണ്ണികൃഷ്ണ മാഷ് പറഞ്ഞൊരു കാര്യം, വയനാട്ടിലുള്ള ആൾക്കാർ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ്, അവിടെയുള്ള കുഞ്ഞുമക്കൾ എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു, ആ നാട്ടുകാരെന്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു അദ്ദേഹം. അന്ന് രാത്രി തന്നെ ഉണ്ണികൃഷ്ണ മാഷ് വയനാട്ടിലേക്ക് തിരിച്ചു. പക്ഷെ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ, എത്രമാത്രം ഭീതിജനകമായ കാഴ്ചയായിരുന്നു. അദ്ദേഹം പറയുന്നത് പഠിപ്പിക്കാൻ വന്നാൽ പഠിപ്പിച്ചിട്ട് വേണം, കൂടുതൽ അറ്റാച്ച്മെന്റിനൊന്നും നിൽക്കരുത്. കാരണം അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നില്ല, അദ്ദേഹം മാനസികമായിട്ട് അത്രമാത്രം വിഷമത്തിലാണ്. അദ്ദേഹം പറയുന്നത് പ്രകൃതി സംരക്ഷണം നടത്തിയ സ്ഥലമാണ് ഞങ്ങളിത്, ഇവിടെ തന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായത് ഓർക്കാൻ പോലും വയ്യ. അത് മാത്രമല്ല അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കുട്ടികളോട് ഉണ്ണികൃഷ്ണ മാഷ് പറയുമായിരുന്നു, മക്കളെ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള മക്കളാണ്. കാരണം നമ്മൾ കണ്ടല്ലോ, ആ ഹൈസ്കൂളിന്റെ തൊട്ട് മുമ്പിൽ കൂടി തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അദ്ദേഹം അവിടേക്ക് ഇരുത്തിയാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് കുട്ടികളോട് പറയത്രേ, ഇതുപോലെ പുഴയുടെ അടുത്തൊക്കെ നിന്ന് പഠിക്കാൻ ആർക്കാണ് അവസരം കിട്ടുന്നത്, നിങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ള മക്കളാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്ന ആ ഒരു പുഴ തന്നെ ആ മക്കളെല്ലാം കവർന്നെടുത്തല്ലോ എന്നോർത്ത് പൊട്ടിക്കരയുകയാണ്. അത് മാത്രമല്ല ചേതനേറ്റ ഓരോ മൃതദേഹങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി മാഷിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ. നെഞ്ചു പൊട്ടിയിട്ടാണ് ഓരോ കുട്ടികളെയും അവർ തിരിച്ചറിഞ്ഞ് പറയുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ വിഷമത്തിലാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഏത് സ്കൂളാണ് 7 മണിക്ക് തുറക്കുന്നതെന്നാണ്. അഹോരാത്രം ആ ഒരു സ്കൂളിന് വേണ്ടി 18 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിന്. അത് സ്വന്തം നാടാണ് വയനാട്. അമ്പലപ്പുഴ സ്വദേശിയാണെങ്കിലും 18 വർഷമായി പ്രവർത്തിക്കുന്ന ആ ഒരു സ്കൂൾ അദ്ദേഹത്തിന് സ്വന്തം നാടാണ്. അവിടുത്തെ ആൾക്കാർ അദ്ദേഹത്തിന് സ്വന്തം പ്രിയപ്പെട്ട നാട്ടുകാരാണ്. ആ കുഞ്ഞു മക്കൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരാണ്. അവരാണ് ഇന്ന് ജീവനില്ലാതെ ചേതനയേറ്റ് അദ്ദേഹത്തിന്റെ മുമ്പിൽ കിടക്കുന്നത്. മാനസികമായി ഒരുപാട് വിഷമത്തിലാണ് അദ്ദേഹം. പറയുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി 7 മണിക്കും 7:30 അദ്ദേഹം രാവിലെ തന്നെ വരുമായിരുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ആ ഒരു സ്കൂളിലെ എല്ലാ അധ്യാപകരും സഹകരിക്കുമായിരുന്നു. ഫ്രീ ടൈമിലൊക്കെ ഇവർ ആ പുഴയുടെ അടുത്തൊക്കെ പോയിരുന്നു പാട്ട് പാടുകയും ഒരുപാട് പാട്ടും ഡാൻസും അങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ല രീതിയിലൊരു അധ്യാപകനായിട്ടല്ലായിരുന്നു അദ്ദേഹം നിന്നത്. ആ അധ്യാപകൻ എല്ലാവർക്കും ഒരു മാതൃകയാവേണ്ടതാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം നമുക്കറിയാം എത്ര മാത്രം ആളുകളാണ് മരിച്ചതെന്ന്. നമ്മൾക്കൊന്നും അറിയില്ല, എനിക്ക് അവിടുത്തെ ആരെയും തന്നെ അറിയില്ല. എന്നിട്ട് പോലും ഈ ഒരു ഇത്രയും ആളുകളുടെ ഇതൊക്കെ കാണുമ്പോൾ നെഞ്ചു പൊട്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്, അത്രയും വിഷമമുണ്ട്. അപ്പോൾ 18 വർഷമായി അവിടെ ആ കുട്ടികളെ നോക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുകയും ആ നാട്ടുകാരെ എല്ലാവരും അറിയാവുന്ന മാഷാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഈ ഒരു അവസ്ഥയിൽ അവിടെയുള്ളവർക്കൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് മനഃശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി ഒരിടത്തും ഇതുപോലത്തെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ് മുല്ലപ്പെരിയാർ, അതെനിക്ക് പറയാതിരിക്കാനും പറ്റില്ല. കാരണം ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ. ആ ഒരു മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു നടപടി, ജനങ്ങൾക്ക് അനുകൂലമാവുന്ന ഒരു നടപടി ഉണ്ടാവട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. 3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച്. പക്ഷെ ഞാൻ വീണ്ടും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ വയനാട്ടിലെ ജനത അവർ കിടന്നുറങ്ങുമ്പോൾ നാളേക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാവും, ഞങ്ങളുടെയൊക്കെ ജീവൻ കവർന്നെടുക്കും എന്ന് ഓർത്തിട്ടല്ല അവർ കിടന്നത്. പക്ഷേ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട
എറണാകുളം, തൃശ്ശൂർ ഈ ജില്ലകളിലെ ആളുകൾ ഓരോ ദിവസവും കിടന്നുറങ്ങുന്നത് പേടിച്ചിട്ടാണ്. എപ്പോഴാണ് മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിക്കുക എന്ന് പേടിച്ചിട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഭൂതത്താൻ കേട്ടില്ലേ, വിള്ളലുണ്ടായി വെള്ളത്തിന്റെ ഫോഴ്സ് വരുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചെറിയൊരു വിള്ളലിൽ കൂടി പോലും അത്രയും ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ മുല്ലപ്പെരിയാർ പോലുള്ളൊരു ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വെള്ളം വരുന്നത്? മാത്രമല്ല ഇടുക്കിയുണ്ട്, ചെറുതോണി, കുളമാവ്, അങ്ങനെ ഒരുപാട് അണക്കെട്ടുകളുണ്ട്, ഈ ഭൂതത്താൻകെട്ട് ഉൾപ്പെടെ. ഇതെല്ലാം പൊട്ടി വന്നാൽ ഇത്രയും ജനങ്ങൾ, 6 ജില്ലകളിലെ ജനങ്ങളുടെ ജീവന്റെ കാര്യം എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ പേടിച്ച് ഓരോരുത്തരും ഉറങ്ങുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനാണ്. നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ മാക്സിമം നിങ്ങൾ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയാസിലെല്ലാം. ഞാൻ പ്രത്യേകം പറയണം ഈ ഫാൻസുകാരോടൊക്കെ, നിങ്ങളും മനുഷ്യരല്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനുകൾക്ക് ആപത്താണ് ഈ മുല്ലപ്പെരിയാർ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു കാര്യം പറയുക, അല്ലെങ്കിൽ അതിനൊരു സൈൻ പെറ്റീഷൻ ഉണ്ട്, അതൊക്കെ അതിലൊക്കെ നമ്മൾ പങ്കുചേരുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം അധികാരികൾ കണ്ണു തുറക്കും വരെ, കണ്ണു തുറന്നില്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിച്ചേ പറ്റൂ. നമ്മളിതിന് മുന്നോട്ട് ഇറങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനായിരിക്കും ഇല്ലാതാവുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അനുശോചനം ഒന്നും കാണാൻ ഞങ്ങൾ ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണുകൾ തുറക്കട്ടെ. അത് കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ, സുപ്രീം കോടതി ആയിക്കോട്ടെ, കേന്ദ്രമായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആരെങ്കിലും ഇതിന് നല്ലൊരു നടപടി ഉണ്ടാവാൻ വേണ്ടി ഞാൻ മനസ്സൊരുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തേ പറ്റൂ. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ ഇത് അധികാരികൾ കണ്ണു തുറക്കുന്നത് വരെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രതികരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.